എല്ലാവർക്കും നമസ്കാരം. പാലക്കാട് നഗരസഭയിൽ ഉണ്ടായിട്ടുള്ള ഈ നൈപുണ്യ വികസന കേന്ദ്രം, ഈ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള നൈപുണ്യ വികസന കേന്ദ്രം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ ഈ ജനം ടി വിയുടെ ഒരു ന്യൂസ് കണ്ടു ഞാൻ. അപ്പോൾ ജനം ടി വിക്കാരൻ മൈക്കുമായിട്ട് പോകുമ്പോൾ ഒരു കൗൺസിലർ പറയുന്നുണ്ട്, പാലക്കാട് നഗരസഭയ്ക്കുള്ളിൽ ഒരു 200ഓളം കുട്ടികൾ ഭിന്നശേഷിക്കാരായിട്ടുണ്ട്. അത്തരം കുട്ടികളെ പലരും പല വീട്ടമ്മമാരും വീട്ടിൽ അടച്ചു വെച്ചിട്ടാണ് അല്ലെങ്കിൽ കെട്ടിയിട്ടിട്ടാണ് മറ്റു തൊഴിലുകൾക്ക് പോയിട്ട് വരുന്നത്. അപ്പോൾ അത്തരം പാവം പിടിച്ച മനുഷ്യർക്ക് വേണ്ടി അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഒരു ആശ്രയം എന്ന നിലയ്ക്ക് അവരെ സംരക്ഷിക്കാനും വീട്ടുകാർക്ക് മറ്റു ജോലികളിലേക്ക് പോയി വന്ന കുട്ടികളെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനും അങ്ങനെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങാനിരിക്കുന്നത്. അത്തരമൊരു ഭിന്നശേഷി സൗഹൃദമായിട്ടുള്ള ഒരു സ്ഥാപനം തുടങ്ങുന്നതിൽ എന്തിനാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ന്യായമാണ്. അത്തരമൊരു സ്ഥാപനം വരുന്നതിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംരക്ഷിക്കുന്നതിലും ഭിന്നശേഷി സൗഹൃദമാകുന്നതിൽ ഒന്നും ആരും കുറ്റം പറയേണ്ട കാര്യമില്ല. പിന്നെന്താണ് അവിടെ പ്രശ്നം? പിന്നെ ഉള്ള പ്രശ്നം ഈ ഹെഡ്ഗേവാറാണ്. ഹെഡ്ഗേവാറിൻ്റെ പേര് എന്തിനു കൊടുത്തു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെയും DYFIയുടെയും മറ്റ് എതിർചേരിയുള്ള ആളുകളുടെ പ്രശ്നം. ഈ ഹെഡ്ഗേവാർ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കേണ്ടി വരും. ഹെഡ്ഗേവാർ ഒരു രാഷ്ട്രീയ സംഘടന തുടങ്ങി, അല്ലെങ്കിൽ RSS തുടങ്ങി എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മൊത്തത്തിൽ കാണുമ്പോഴുള്ള ഒരു ക്രെഡിറ്റ്. ഇത്രയും RSSകാരെ ഇന്ത്യയിൽ ഈ BJP ഭരിക്കുന്നത് വരെ എത്തിച്ച് 10-11 കൊല്ലം നരേന്ദ്രമോദിയൊക്കെ ഭരിക്കാൻ പ്രാപ്തമാക്കിയ അതിൻ്റെ തുടക്കക്കാരൻ ഈ ഹെഡ്ഗേവാറാണ്. തീർച്ചയായും ഈ RSSകാർക്കും BJPക്കാർക്കും സംഘപരിവാറുകാർക്കും അദ്ദേഹത്തിൻ്റെ പേരിനോടും അദ്ദേഹത്തോടും ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ടാവും. പക്ഷേ പാലക്കാട് നഗരസഭ ഈ RSSൻ്റെ സ്വത്തല്ലല്ലോ. ഈ RSSൻ്റെ സ്വത്തല്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഇത് മറ്റു പലരെയും കൂടെ സ്വത്താണ് ഈ നഗരസഭ, അല്ലേ? മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അങ്ങനെ മറ്റ് ഇതര സംഘടനകളും സമുദായങ്ങളും ഒക്കെ നിലകൊള്ളുന്ന ഒരു പ്രദേശമാണ് പാലക്കാട് നഗരസഭ. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് സർക്കാരിൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ ഈ നഗരസഭയുടെ കീഴിലുള്ള ഒരു സ്ഥലത്ത്, ആ നഗരസഭ എന്ന് പറയുന്നത് തന്നെ പൊതുസ്വത്താണ്. അവരുടെ ഈ നഗരസഭയുടെ സ്ഥലത്ത് ഒരു പൊതു സ്ഥാപനം തുടങ്ങുമ്പോൾ പൊതുവായിട്ടുള്ള തീരുമാനത്തിലെത്തുന്ന ഒരു പേരാണോ ഇടേണ്ടത്? അല്ല, ഇവർക്ക് ഈ നഗരസഭ ഭരിക്കുന്നു എന്ന് പറയുന്ന പാർട്ടി അവരുടെ പാർട്ടി ഉണ്ടാക്കി എന്ന ക്രെഡിറ്റ് മാത്രമുള്ള ഒരാളുടെ പേരാണ് ഉള്ളത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരു സ്ഥാപനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആരും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നാണ് ആ പറഞ്ഞ കൗൺസിലറോട് പറയാനുള്ളത്. പിന്നെ നഗരസഭാ ചെയർപേഴ്സൺ പറയുന്നുണ്ടായിരുന്നു, ഇതെന്തായാലും ഇവിടെ വരും, ഹെഡ്ഗേവാറുടെ പേരിൽ തന്നെ വരും എന്നൊക്കെ വെല്ലുവിളിയുടെ സ്വരത്തിൽ പറയുന്നുണ്ടായിരുന്നു. ദയവ് ചെയ്ത് ഈ പറയുന്ന ആളുകൾ ഇത് മനസ്സിലാക്കണം, ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അവർക്ക് തന്നെ അത് ചിന്തിക്കാനുള്ള കാര്യമുള്ളൂ. പക്ഷേ അവർ ചിന്തിക്കുന്നില്ല. അത് മുകളിൽ നിന്നുള്ള ഉത്തരവാണെന്നുള്ള നിലയ്ക്കും അവർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ അധികാരത്തിൻ്റെ മുഷ്കും സെൻറ്റർ വരെ ഉണ്ടല്ലോ, അധികാരത്തിൻ്റെയും പണത്തിൻ്റെയും ഏജൻസികളുടെയൊക്കെ മുഷ്ക് അവർ കാണിക്കുകയാണ്. ദയവേത് ഈ പാലക്കാടൻ കാറ്റിനെ, പാലക്കാടൻ മണ്ണിനെ വിഷലിപ്തമാക്കരുത് എന്നാണ് ഈ ഒരു അവസരത്തിൽ പൊതുജനങ്ങളെന്ന നിലയ്ക്ക് എല്ലാവർക്കും പറയാനുള്ളത്. അപ്പോൾ ഇത് ഒരു രാഷ്ട്രീയ സംഘടനയുടെ മണ്ണാക്കിയിട്ട് ഈ ഭൂമി പതിച്ചു കൊടുക്കരുത്, ഹെഡ്ഗേവാറിൻ്റെ ഈ പേര് കൊടുക്കരുത് എന്ന് തന്നെയാണ് പൊതുവിലുള്ള അഭിപ്രായം. അത് വീണ്ടും അതിലേക്ക് തന്നെ പോയി വീണ്ടും കലുഷിതമാക്കി പ്രശ്നങ്ങൾ ഊതിപ്പെരുപ്പിക്കാതെ നോക്കേണ്ടത് നഗരസഭയുടെയും അവിടുത്തെ ജനങ്ങളുടെയും. അവർ വെല്ലുവിളിക്കുകയാണ്, ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഈ സംഘപരിവാറുകാർ മാത്രം അല്ലല്ലോ, അവകാശമല്ലല്ലോ ഈ ഭൂമി എന്നുള്ളത്, അല്ലേ? അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് അബദ്ധം പറ്റിയ ജനങ്ങൾ മനസ്സിലാക്കണം. ഈ BJPക്കാരെ ജയിപ്പിച്ച അല്ലെങ്കിൽ സംഘപരിവാറുകാരെ ജയിപ്പിച്ച ജനങ്ങൾ മനസ്സിലാക്കണം, ഈ പാലക്കാട് വിഷലിപ്തമാകുകയാണ്. അവിടെ പ്രശ്നങ്ങൾ ഇവർ മൂലമുണ്ടായ ഈ രാജ്യത്തുണ്ടായ പ്രശ്നങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, അല്ലേ? ഈ RSS എന്നുള്ള സംഘടന
പലപ്പോഴും നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനയാണ്. പല പ്രശ്നങ്ങളിലും പെട്ട് പല പല വർഗീയ കലാപങ്ങളും സൃഷ്ടിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അത്തരമൊരു സംഘടനയുടെ തുടക്കക്കാരനെന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ആ സംഘടന ഉണ്ടാക്കിയെന്നുള്ള ഒരു ക്രെഡിറ്റാണ് ഈ ഹെഡ്ഗേവാറിനുള്ളത്. ആ പേര് തീർച്ചയായും യോജിച്ചതല്ല ഒരു പൊതുസ്ഥാപനത്തിന്. അപ്പോൾ അത് മാറ്റി ചിന്തിക്കേണ്ടി വരും, അല്ലെങ്കിൽ മാറ്റി ചിന്തിപ്പിക്കും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലും അല്ലെങ്കിൽ DYFIക്കാരും എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ട് പറയുന്നത്. അപ്പോൾ നോക്കാം, നമുക്ക് പാലക്കാട് എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.